ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ കാണാം. ആ ദോശയ്ക്ക് പെർഫെക്റ്റ് മാച്ചാണ് ഈ കറി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫോക്കസ് ചെയ്യുന്നത് ഈ കറിയിലാണ്. കാരണം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലൊക്കെ ധൃതിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് മുട്ടക്കറിയാണ്. നമ്മൾ സാധാരണ വെക്കുന്നത് പോലെയല്ല. ഇതിൻ്റെ യോക്ക്, അതായത് മുട്ടയുടെ മഞ്ഞ മാത്രം നമ്മൾ ബോയിൽ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതറിയാൻ വേണ്ടിയിട്ട് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സെഡൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് മുട്ടക്കറി തന്നെ ഉണ്ടാക്കി നോക്കാം. ഈ മുട്ടക്കറി തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. നമ്മൾ ഇത് മുട്ട കംപ്ലീറ്റ് അടിച്ചിട്ട് ഒഴിക്കുകയല്ല, എഗ്ഗിൻ്റെ യോക്ക് മാത്രം ഒന്ന് ബോയിലായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താ എങ്ങനെയാണ് നോക്കുക. ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ അരമുറി തേങ്ങയാണ്. ഇത് കപ്പിൻ്റെ അളവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങയാണ് ഇതുള്ളത്. തേങ്ങ കൂടാതെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ തക്കാളി. അതുകൂടാതെ 2 പച്ചമുളക് കീറിയത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു സവാളയാണ്, അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. ആദ്യം ആഡ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ്. 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതൊക്കെയാണ് പൊടികൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 4-5 കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാം. അടുത്തത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാള വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കറിയുടെ പ്രോസസ്സ് നടക്കുന്ന സെയിം ടൈമിൽ തന്നെ ദോശയുടെ ബാറ്ററും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിദോശയാണ്. ഞങ്ങളിതിന് അരിദോശ എന്നാണ് പറയുക, നീർദോശ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് പച്ചരി വെള്ളത്തിൽ രാത്രി കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ അരച്ചെടുത്തതാണ്. ആവശ്യത്തിന് വെള്ളം യൂസ് ചെയ്തിട്ട് അരച്ചെടുത്തതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. തേങ്ങയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനൊപ്പം അത് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാൻ ഒരു വലിയ സ്പൂണ് ബാറ്റർ ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ദോശ റെഡിയാണ്. ഇത് റെസിപ്പി കാണിക്കാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനി ഇത് വേറെ റെസിപ്പി ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പിന്നീടൊരു വ്ളോഗിൽ കാണിക്കാം. ഇതാ കറിക്കുള്ള സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും അതേപോലെ പച്ചമുളകും ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ നല്ലപോലെ ചെറിയ പീസാക്കി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും ഒന്നുകൂടി ചെറുതായി നടുവിൽ മുറിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ ഒന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരണം. അതിന് ശേഷമാണ് ബാക്കി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ടൊമാറ്റോ ഇതിലേക്ക് ഒരുവിധം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമ്മളിവിടെ ചെയ്യുന്നത് മുട്ട റെഡിയാക്കി എടുക്കുകയാണ്. 2 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതിലുപയോഗിക്കുന്ന എഗ്ഗ് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ബീറ്റ് ചെയ്തിട്ടല്ല യൂസ് ചെയ്യുന്നത്. മുട്ട പൊട്ടിച്ചിട്ട്, അതായത് മുട്ടയുടെ മഞ്ഞ പൊട്ടാതെ മുട്ട പൊട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം യോക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാലാണ്. അതുകൊണ്ട് തിള തുടങ്ങുന്ന സമയത്ത് തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം. സ്റ്റവ് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടില്ല, അത് ഇതുപോലെ ചെറിയ ചെറിയ പോർഷനായിട്ട് ഓരോ കോർണറിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കരുത്, കംപ്ലീറ്റ് ഒരു സൈഡിൽ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഓരോ പോർഷനായിട്ട് ഓരോ കോർണറിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് വെക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ചൂടിൽ മുട്ടയുടെ വെള്ളം വെന്തോളും. കറി ഓൾമോസ്റ്റ് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദോശയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇനി മുട്ടയുടെ വെള്ള വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കറിയുടെ ചൂടിൽ മുട്ടയുടെ വെള്ള വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുട്ടയുടെ മഞ്ഞയാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രേക്ക് ചെയ്യാതെ നമ്മളിതിൽ ബോയിൽ ചെയ്ത് എടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുകയാണ്.
യോക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി വളരെ ലോ ഫ്ലെയിമിൽ നമ്മളിത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്പൂൺ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അധികം സ്ട്രോങ് ആയിട്ട് മിക്സ് ചെയ്യരുത്, മുട്ടയുടെ യോക്ക് പൊട്ടിപ്പോകും. അപ്പോൾ മെല്ലെ മിക്സ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഒരു 5 to 6 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാണ്, അധികം തിളപ്പിക്കരുത്. 2 മിനിറ്റ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. യോക്ക് ബോയിൽ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുട്ടയുടെ വെള്ള കറിയിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എഗ് കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്ന നീർദോശ അല്ലെങ്കിൽ അരിദോശയുടെ കൂടെ നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പൂരിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഈ റെസിപ്പിയും ഈ വീഡിയോയും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. So see you in next video. Till then, take care and bye bye.